നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന തരിപ്പണമായിട്ടും അതൊന്നും തുറന്നു സമ്മതിക്കാൻ ഇപ്പോഴും പാകിസ്ഥാനാകുന്നില്ല. ഇല്ലാ കഥകൾ മെനയുവാനും പ്രചരിപ്പിക്കുവാനും പാകിസ്ഥാന് ഇപ്പോൾ താല്പര്യം കൂടുതൽ. എവിടെ ഒരു വേദി കിട്ടിയാലും അവിടെയൊക്കെ ഇന്ത്യയെ കുറ്റം പറയാൻ മാത്രമാണ് പാകിസ്ഥാൻ വാതുറക്കുന്നത്. നേരത്തെ ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കി എന്ന് സ്ഥാപിക്കാൻ വ്യാജ ചിത്രങ്ങളൊക്കെ പാക് ഇറക്കിയിരുന്നുവെങ്കിലും ആ നുണപ്രചാരണങ്ങളെയൊക്കെ ഇന്ത്യ തകർത്തങ്ങ് കയ്യിൽ കൊടുത്തു. ഇപ്പോഴത്തെ പാക്കിൻ്റെ പുതിയ തള്ള് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നാണ്. എന്തായാലും പാകിസ്ഥാന്റെ വാദം തീർത്തും തെറ്റാണെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന് കാരണം സംഘർഷം ഒരിക്കൽ പോലും ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പാക്കിന്റെ വാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാവുക? യുദ്ധവിമാനം തകർത്തോ എന്നതിനെക്കുറിച്ചല്ല, അത് എന്തുകൊണ്ട് വീണു എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. എണ്ണത്തിലല്ല കാര്യം. തന്ത്രപരമായ തെറ്റുകൾ മനസ്സിലാക്കുവാനും അതിനെ ഉചിതമായി പരിഹാരം കണ്ടെത്തി തിരുത്തുവാനും സാധിച്ചു എന്നതാണ്. മാത്രമല്ല 2 ദിവസത്തിനു ശേഷം ദീർഘദൂരം ലക്ഷ്യമിട്ട് എല്ലാ യുദ്ധവിമാനങ്ങളും വീണ്ടും പറത്താൻ സാധിച്ചു. പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് ഇന്ത്യ നൽകിയ പണിയാണ് സിന്ധു ജലകര റദ്ദാക്കിയത്. ഇന്ത്യയുടെ ഈ നടപടിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് തക്ക മറുപടിയും ഇന്ത്യ നൽകിയിട്ടുണ്ട്. സിന്ധു നദീജല ഉടമ്പടി സംബന്ധിച്ച പാകിസ്ഥാന്റെ കരാർ തികച്ചും അനാവശ്യമെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത്. പാകിസ്ഥാനിൽ നിന്നുള്ള നിരന്തരമായ അതിർത്തി കടന്നുള്ള ഭീകരതയാണ് കരാർ നടപ്പാക്കുന്നതിന് തടസ്സമായത്. എന്നാൽ ഈ വസ്തുത മനഃപൂർവ്വം മറന്നുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച ശിക്ഷാ നടപടികളുടെ ഭാഗമായാണ് 1960-ലെ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇന്ത്യക്കെതിരായ നിഴൽ യുദ്ധത്തിന്റെ ഭാഗമായി അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്യുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്നുമുള്ള നിരന്തരമായ അതിർത്തി കടന്നുള്ള ഭീകരത ഉടമ്പടിയിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് അതിനെ ചൂഷണം ചെയ്യാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. കരാർ ലംഘിക്കുന്ന പാകിസ്ഥാൻ കരാർ ലംഘനത്തിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ മേൽ ചുമത്തുന്നത് ഒഴിവാക്കണം. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് ആ പഴി ഇന്ത്യയുടെ മേൽ ചുമത്തുന്നത് ശരിയായ നിലപാടല്ല. ഇനി സംഘർഷം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന വാദം തികച്ചും തെറ്റാണ്. യുദ്ധം അവസാനിച്ചത് മുതൽ തുടങ്ങിയതാണ് ട്രംപിന്റെ തള്ള്. ഇരു രാജ്യങ്ങളും ആണവ യുദ്ധത്തിൽ നിന്നും ഏറെ അകലെയായിരുന്നു. ആണവായുധങ്ങളുള്ള 2 അയൽ രാജ്യങ്ങൾ തമ്മിൽ അരനൂറ്റാണ്ടിനിടെയുണ്ടായ ഏറ്റവും മോശമായ ഏറ്റുമുട്ടലായിരുന്നത്. ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമെല്ലാം പാകിസ്ഥാൻ വിന്യസിച്ച ആയുധങ്ങൾ ഫലം കണ്ടിരുന്നില്ല. ഇന്ത്യ അതിനെയെല്ലാം നിമിഷങ്ങൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു.